ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ബോഗൻവില്ലകളുടെ അഗ്രഭാഗങ്ങളിലൊക്കെ കുറേശ്ശെ പൂവിടാൻ തുടങ്ങി. ഇനി ബോഗൻവില്ലകളുടെ കാലമാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് DAP ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ പൊട്ടാഷ്, യൂറിയ, ഫാക്ടംഫോസ്, NPK ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോഴെൻ്റെ കയ്യിലുള്ളത് NPK 19 ആണ്. അത് നമുക്ക് കുറച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് 12 ലിറ്ററോളം കൊള്ളുന്ന ഒരു ബക്കറ്റാണ്. അതിലേക്ക് ചെറിയൊരു പിടിയോളം NPK മിക്സ്ചർ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നു. വളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വളങ്ങളൊക്കെ നന്നായി താഴേക്ക് ഇറങ്ങിച്ചെന്ന് വേരുകൾക്ക് വലിച്ചെടുക്കുവാൻ എളുപ്പത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മണ്ണ് നല്ല ലൂസായി കിടന്നാൽ വേരുകളൊക്കെ നന്നായി വളർന്നു വരികയുള്ളൂ. വേരുകളൊക്കെ വളർന്നാൽ ചെടിയും നല്ല ആരോഗ്യത്തോടെ വളരുകയുള്ളൂ. മേൽമണ്ണ് ഇളക്കിയ ശേഷം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം കിട്ടുവാൻ തക്കവണ്ണം വെള്ളം ചൂട്ടിലൊഴിച്ച് കൊടുക്കുക. 1 മഗോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചാലും അത് താഴേക്ക് ഒഴുകിപ്പോകത്തേ ഉള്ളൂ. ഇത് നേരത്തെ ഉണ്ടായി കൊഴിയാറായ പൂക്കളാണ്. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയുക. ചെടിയെ ഷേപ്പ് ചെയ്ത് നിർത്തുക. എല്ലാ ചെടികളിലും ഒന്നിച്ച് ഒരുപോലെ പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചില ചെടികളിലൊക്കെ കമ്പുകളൊക്കെ കുറേ അധികം നീണ്ടു പോയിട്ടുണ്ടായിരിക്കും. അവയൊക്കെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കുക. ഓരോ വെറൈറ്റിക്കും പലതരത്തിലുള്ള വളർച്ചയാണുള്ളത്. ചിലത് വളർന്ന് പടർന്നു പോകുന്നവയാണ്. ചില വക കുറ്റി പോലെ നിൽക്കുന്നവയാവാം. ചിലത് വള്ളി പോലെ പടർന്നു പോകുന്നവയും ആവാം. എല്ലാം ബോൺസായി ആക്കുവാനായിട്ട് ഒരേപോലെ വെട്ടി നിർത്തുക. പൂക്കളൊക്കെ നിൽക്കുന്നതാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റുക. പിന്നീടുണ്ടാകുന്നവ ഇതിലിരട്ടിയായിട്ട് ഉണ്ടായിക്കൊള്ളും. എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി വെട്ടി നിർത്തുക. കമ്പുകൾ മുറിച്ച് മാറ്റും തോറും പുതിയ തളിർപ്പുകളുണ്ടായി അതിലെല്ലാം പൂക്കൾ നിറയും. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ചെടികളെല്ലാം നല്ല ബൊക്കെ പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം. ചില ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാകാതെ ഇലകൾ നല്ല തഴച്ചു വളർന്ന് വലിപ്പത്തിൽ നിൽക്കും. ഇലകളൊക്കെ അവയുടെ ഇലകളൊക്കെ പതുക്കെ ഒന്ന് നുള്ളി മാറ്റിക്കളഞ്ഞാൽ പൂക്കൾ പെട്ടെന്നുണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇങ്ങനെ അടിയിൽ നിന്നുള്ള വലിയ ഇലകളൊക്കെ മുറിച്ച് മാറ്റിക്കളയാവുന്നതാണ്. പൂക്കാലമായി കഴിഞ്ഞാൽ ബൊഗൻവില്ലകൾക്ക് 2-3 ആഴ്ച കൂടുമ്പോൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.